റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളം കാലടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ച ചെന്ന പരാതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുത്തിരിക്കുന്നു. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. SC/ST ആക്ട് പ്രകാരമാണ് കേസ്. പഞ്ചായത്തിന്റെ വികസന രേഖ വീടുകൾ തോറും എത്തിക്കണമെന്ന ആവശ്യം നിരാകരിച്ചതോടെ അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. പഞ്ചായത്ത് ഡ്രൈവർ ഷാജിനെതിരെയും കാലടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഹരിതകർമ്മ സേനാംഗങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നോ? എന്തിനാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ചെയ്തത്? അത് ശരിയാണോ? എന്താണ് പോലീസ് പറയുന്നത്? ശരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അൻകുമാർ. എന്തായാലും കഴിഞ്ഞ മാസം 27-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റായ ഷൈജൻ തോട്ടപ്പള്ളി ഒരു യോഗം, അതായത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തുന്നു. അങ്ങനെ വിളിച്ചു ചേർത്തതിന് പിന്നാലെ അദ്ദേഹം ആവശ്യപ്പെട്ടത് തൽക്കാലത്തേക്ക് നിങ്ങൾ മാലിന്യ ശേഖരണം നടത്തേണ്ടതില്ല, മറിച്ച് വീടുകൾ തോറും കയറിയിറങ്ങി, തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി പഞ്ചായത്തിന്റെ വികസന രേഖ നൽകണമെന്നുള്ളതാണ്. എന്നാൽ ഇത് ഒരു വിഭാഗം ഹരിതകർമ്മ സേനാംഗങ്ങൾ നിരാകരിച്ചു. അങ്ങനെ നിരാകരിച്ചതോടുകൂടി നിങ്ങൾക്ക് ഇന്ന് പണിയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റും ഹരിതകർമ്മ സേനാംഗങ്ങളും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അതിന് പിന്നാലെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള പരാതി കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് ഷൈജൻ തോട്ടപ്പള്ളിക്കെതിരെ കാലടി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഷൈജൻ തോട്ടപ്പള്ളിക്കൊപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഡ്രൈവറായ ഷാജിനെതിരെയും കേസുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന ഷാജൻ തങ്ങളെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ SC/ST ആക്ട് ചുമത്തി കാലടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ഷൈജൻ തോട്ടപ്പള്ളി ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് വസ്തുത എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ.